ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിറം ഡിസൈൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കട്ടിംഗ് ആയിരുന്നു കാണിച്ചിരുന്നത്. ഇന്നത്തേതിൽ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇതിൽ വീതി തുണി അല്ലാത്തത് കൊണ്ട് നമ്മൾ കട്ടിങ് ജോയിൻ്റ് ചെയ്താണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലാദ്യം നമുക്കത് ആ ഭാഗം ജോയിൻ്റ് ചെയ്തതിന് ശേഷം കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. സ്കർട്ട് കട്ട് ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഏത് ഭാഗത്താണ് നമ്മളിത് ജോയിൻ്റ് ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ജോയിൻ്റ് ചെയ്യുക. ജോയിൻ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്കത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അത് പാവാട ഒരുപോലെ ഇട്ട് സ്കർട്ടിൻ്റെ ഒരു ഭാഗമാണ് വീതിയില്ലാതെ നമുക്ക് ജോയിൻ്റ് ചെയ്യേണ്ടി വരുന്നത്, ഒരു ഭാഗത്ത് അങ്ങനെയല്ല. അപ്പോൾ ആ ഭാഗം നമ്മളത് കറക്റ്റാക്കി ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ലൈനിങ് പീസാണ്. ഇതിൽ വീതി ഉള്ളതുകൊണ്ട് നമുക്കിതിൽ ജോയിൻ്റ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതിൽ മെയിൻ പാർട്ട് തുണിയിലാണ്. സാരി തുണി ആയതുകൊണ്ട് വീതി ഒരുപാട് കാണില്ല. അപ്പോൾ അതിന് രണ്ട് ബോർഡർ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ലൈനിങ്ങിൻ്റെ ഇതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച്, അതായത് ഫ്രണ്ട് പീസും നമ്മൾ രണ്ട് ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ പാർട്ടും കൂടെ നമുക്ക് സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ ലാസ്റ്റ് എൻഡ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് നിർത്തണം. എന്നിട്ട് ഇതിൽ ലാസ്റ്റ് എല്ലാ ഭാഗത്തിലും നമുക്ക് ഈ ലൈനിങ് പീസ് മെയിൻ പീസ് എല്ലാത്തിലും നമുക്ക് എൻഡ് മടക്കി തയ്ക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മളത് നിർത്തിയതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഇപ്പോൾ നമ്മൾ സൈഡ് ജോയിൻ്റ് ചെയ്ത് ഇതിലൊരു 2 ഇഞ്ചോളം ഓപ്പൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പണ് ഇതുപോലെ മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൽ സാരിയുടെ ബോർഡറാണിത്. ഇതൊരു 4 ഇഞ്ച് വീതി. ഞാനിപ്പോൾ ഇത് ഫുള്ള് 4 ഇഞ്ച് ബോർഡറിൻ്റെ ഫുള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കെടുത്ത് ഇതാണ് ബെൽറ്റിന് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ബെൽറ്റ് ഇതുപോലെ മുകളിൽ നമുക്കിത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്കർട്ടിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഈ ബോർഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് പ്രഷർ ഫുട്ടർ വീതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി ഇതിൻ്റെ എൻഡ് എത്തുമ്പോൾ നമ്മൾ അകത്തോട്ട് ഈ ബോർഡർ തന്നെ അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ച് ഇതിൻ്റെ ലൈനിങ് ഭാഗത്തോട്ടാണ് ഇത് മടങ്ങി വരേണ്ടത്. അപ്പോൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം അകത്തോട്ട് മടക്കിയിരിക്കുകയാണല്ലോ, ഒരു ഫോൾഡ് ഇതുപോലെ കൊടുത്ത് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് പീസിൻ്റെ സൈഡിലാണ് നമ്മളിത് മടക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളത് തയ്ക്കുന്ന സമയത്ത് മെയിൻ പീസിൻ്റെ ഭാഗത്ത് വേണം, മെയിൻ തുണിയുടെ ആ ഭാഗത്ത് വേണം സ്റ്റിച്ച് കാണുന്ന രീതിയിൽ വേണം നമുക്ക് തയ്ക്കേണ്ടത്. അപ്പോഴേ കറക്റ്റായിട്ട് മുകളിൽ കാണുന്ന സ്റ്റിച്ചാണത്. അപ്പോൾ അതുപോലെ ചെയ്യുക. അപ്പോൾ ബെൽറ്റിൻ്റെ എൻഡ് എത്തുമ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിൽ ഈ ബോർഡർ ഞാൻ നേരത്തെ വെട്ടിയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് മാറ്റിയ ഈ ബോർഡർ നമുക്കിത് ബോർഡറാക്കി വേണമെങ്കിൽ വെക്കാം. ഇതിപ്പോൾ ഞാനിതിൽ ചെറിയൊരു പ്ലീറ്റ് കൊടുത്തിട്ട് ഫ്രില്ല് പോലെ ആണ് വെച്ച് കൊടുക്കുന്നത്. ഇത് എൻഡിലാണ്. ഇതിപ്പോൾ അതല്ല, നമുക്കിപ്പോൾ മുകളിൽ ഇതിപ്പോൾ മെയിൻ പീസിൽ മുകളിൽ 2 ലെയറാണ് ഞാൻ വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ലെയറിൽ വെക്കാൻ നമുക്ക് ആവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഫ്രണ്ടിലത്തെ മുകളിലത്തെ ആ പീസിലാണ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ കൂടെ ഒന്നുകൂടെ നമുക്കിത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം.
അപ്പോൾ ഇത് നമുക്ക് അതുപോലെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഇതിൽ വയ്ക്കുന്നതിനായിട്ട് എലാസ്റ്റിക് അല്ല, നാടയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുഞ്ചലം, അതിൻ്റെ എൻഡിൽ വയ്ക്കുന്നതിനായിട്ട് ഒരു കുഞ്ചലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 4 സെൻറ്റിമീറ്റർ 4 ഇഞ്ച് വീതി 4 ഇഞ്ച് നീളമുള്ള ഒരു പീസ് എടുത്തതിന് ശേഷം ക്രോസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ക്രോസ് പീസ്, ഇതുപോലെ ഒരു ക്രോസ് പീസ് നമുക്ക് പൈപ്പിംഗ് പോലെ വയ്ക്കുന്നതിനായിട്ടാണ്. വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നിവർത്തി എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു പതിഞ്ഞിരിക്കുന്നതിനായിട്ട് ഒരു സ്റ്റിച്ച് നമുക്ക് ഇടാം. ഇനി നമുക്കിത് സൈഡ് ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇത് കുഞ്ചലം മേക്കിങ്ങിൻ്റെ വീഡിയോ അല്ലാതെ ഇട്ടിട്ടുണ്ട് ഞാനിതിൽ. എല്ലാവരും ദയവേത് അതൊന്ന് കാണുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കാണുക. ഇതിൽ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഡബിൾ ഫോൾഡ് കൊടുത്ത് ലൈനിങ്ങും 3 പീസും നമുക്കിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് അംബ്രല്ല സ്കർട്ട് സ്റ്റിച്ചിങ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.